നിങ്ങൾ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇതിലേത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പണം സമ്പാദിക്കുന്നവരെല്ലാവരും തന്നെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുന്നില്ല. അങ്ങനെ ആവണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം ഗ്രോ ചെയ്യണം. ഇൻ അതർ വേർഡ്സ്, നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നും എങ്ങനെയാണെന്നുള്ള ഡിസ്കഷനൊക്കെ നമ്മളുടെ മലയാളം യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ പുതിയൊരു കാര്യമൊന്നുമല്ല. വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഷാരിഖ് ഷംസുവിനെ പോലെയുള്ള യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അഡ്രസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ടേക്ക് പോവുകയാണ്. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് എല്ലാം തന്നെ അറിഞ്ഞാലും സ്റ്റിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഏതിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര എമൗണ്ട് ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെ 100 കൂട്ടം കൺഫ്യൂഷനും ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. ഈ പ്രോബ്ലം, ഈ ഒരു കൺഫ്യൂഷൻ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ പൈതൺ ലെക്ചർ സീരീസിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു ടൂൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു എൻ്റെ പ്രൊജക്ട് ഞാൻ 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. സോ വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ അഡോൺ മാത്യു, വെൽക്കം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പല ഏജ് ഗ്രൂപ്പ്സിലുള്ളവരായിരിക്കാം. ചിലർ അവരുടെ 20s മറ്റു ചിലർ അവരുടെ 40s മറ്റു ചിലർ 60s. നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ തീരുമാനം ഈവൻച്വലി റിവാർഡ്സ് കൊണ്ടുതരും. പക്ഷേ 20s ഒരാളുടെ ഗോൾസ് ആൻഡ് ആസ്പിറേഷൻസ് ആയിരിക്കില്ല 40s ഒരാൾക്കുണ്ടായിരിക്കുക. അതായിരിക്കത്തില്ല 60s ഒരാൾക്കുണ്ടായിരിക്കുക. അതിനർത്ഥം നിങ്ങളുടെ ഏജിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ നിങ്ങൾ മാറ്റണം. സോ ഈ ഒരു ടൂൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് യൂസറിന്റെ ഏജ് തന്നെയാണ്. ഒരു വ്യക്തിയുടെ ഏജിനനുസരിച്ച് എത്ര എമൗണ്ട് ഏതിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കാണിച്ചു തരുന്ന ടേബിൾ നമുക്കിനി നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ടേബിളാണ്. നിങ്ങളുടെ ഏജിനനുസരിച്ച് എത്ര പെർസെൻറ്റേജ് നിങ്ങൾ ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് ലാർജ് ക്യാപ്, മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ്. അതുപോലെ തന്നെ എത്ര പെർസെൻറ്റ് നിങ്ങൾ ഡെപ്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ഈ ഒരു ടേബിൾ കാണിച്ചു തരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്തവരാണെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 3 ക്ലാസ്സസിലോട്ടാണ്. നമ്പർ 1 എന്ന് പറയുന്ന ഈക്വിറ്റി, അതായത് ഓരോ കമ്പനീസിന്റെ ഷെയർസ് മേടിക്കുക. നമ്പർ 2 എന്ന് പറയുന്ന ഡെപ്റ്റ്, അതായത് ഓരോ കമ്പനീസിന് നമ്മൾ കടം കൊടുക്കുന്ന ഡെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്പർ 3 എന്ന് പറയുന്നത് ഗോൾഡ്. ഈ ഈക്വിറ്റി, അതായത് കമ്പനീസിന്റെ ഷെയർ മേടിക്കുക എന്ന് പറയുന്നത് നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ലാർജ് ക്യാപ്, മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ്. അത് കമ്പനീന്റെ സൈസിനനുസരിച്ചാണ് നമ്മൾ ഈ ഡിവിഷൻ നടത്തുന്നത്. ഇപ്പൊ ലാർജ് ക്യാപ് എന്ന് പറയുന്നത് ആ ടേമിലുള്ള പോലെ തന്നെ വലിയ കമ്പനീസ് ആയിരിക്കും. മിഡ് ക്യാപ് എന്ന് പറയുന്നത് മീഡിയം സൈസുള്ള കമ്പനീസ് ആയിരിക്കും. സ്മോൾ ക്യാപ് എന്ന് പറയുന്നത് സ്മോൾ സൈസുള്ള കമ്പനീസ് ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ആ ഫസ്റ്റ് റോ ഓഫ് ഡാറ്റ നോക്കി നോക്കാം. അതായത് ബിലോ 20, അതായത് 20 ഇയേഴ്സിന് താഴെയുള്ള ഒരു വ്യക്തി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഈക്വിറ്റിയിലോട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 90% ആണ്. 90% ഈക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി അതിൽ തന്നെ എത്ര ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം, സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതാണ് അടുത്ത് കാണിക്കുന്നത്. അതായത് ഈ 90%-ൽ 50% ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക, 25% മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക, 15% സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ടോട്ടൽ 90% ആയി. പിന്നെ ബാക്കിയുള്ളതിൽ 5% ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ള 5% ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാൽ അടുത്ത റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 to 30 years, അതായത് 25 years അല്ലെങ്കിൽ 20 to 30 yearsന്റെ ഇടയ്ക്കുള്ളൊരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 80% ആയിരിക്കണം അവർ ഇക്വിറ്റിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ 50% ലാർജ് ക്യാപ്പിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, 20% മിഡ് ക്യാപ്പിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, 10% സ്മോൾ ക്യാപ്പിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഡെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഡെപ്റ്റിലോട്ട് 15% ഇൻവെസ്റ്റ് ചെയ്യുക, ഗോൾഡിലോട്ട് 5% ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇതൊന്നും കണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതൊക്കെ ബേസ് ചെയ്ത്, നമ്മൾ ഇതുവരെ പൈതൺ ലെക്ചർ സീരീസിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് ഈ ഒരു ടൂൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എൽസ് കണ്ടീഷൻ വെച്ചാണ് കൊടുക്കാൻ പോകുന്നത്. സോ ഒരു യൂസർ അവരുടെ ഏജ് ഇൻപുട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും എത്ര പെർസെൻറ്റേജ് ഈക്വിറ്റി, അതിൽ തന്നെ എത്ര പെർസെൻറ്റ് ലാർജ് ക്യാപ്പിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര പെർസെൻറ്റ് മിഡ് ക്യാപ്പിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര പെർസെൻറ്റ് സ്മോൾ ക്യാപ്പിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ എത്ര പെർസെൻറ്റ് ഡെപ്റ്റിലോട്ടും ഗോൾഡിലോട്ടും എത്ര പെർസെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരും. സോ നമുക്കിനി ആ ടൂൾ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ സി ഡ്രൈവിൽ ഡെവ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി അതിലാണ് പ്രൊജക്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. സോ ആ രീതി തന്നെയാണ് ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ എൻ്റെ സി ഡ്രൈവ് ഓപ്പൺ ആക്കുകയാണ്. അതിനുശേഷം ഡെവ് എന്ന് പറയുന്ന ഫോൾഡർ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലോട്ടേക്ക് പോവുകയാണ്.
എന്നിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു സബ് ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട് python_projects. സോ ഞാൻ അതിൻ്റെ ഉള്ളിലായിരിക്കും Python projects മൊത്തം സേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇനി ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ അതിന് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ എന്ന് റീനെയിം ചെയ്യാണ്. ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് ഈ ഫോൾഡർ ലൊക്കേഷനിലോട്ട് പോകാൻ പോവുകയാണ്. അതായത് ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഇനി ഈ പ്രൊജക്റ്റിന് വേണ്ട ഫയൽസ് എല്ലാം സേവ് ചെയ്യുക. സോ ഞാൻ എൻ്റെ VS കോഡ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഫയൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഫോൾഡർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം C ഡ്രൈവ് വന്നിട്ടുണ്ട്. ഞാൻ ഡെബ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ പോയി Python പ്രൊജക്ട്സിൽ പോയി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ എനിക്കത് കിട്ടി. സോ ഞാൻ ഇതിലോട്ടേക്ക് പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ ഇവിടുത്തെ ലൊക്കേഷൻ കണ്ടില്ലേ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ. അത് ഞാനിപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്കിപ്പോൾ കോഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഫയൽ വേണ്ടേ, ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അതിന് app.py എന്ന പേര് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ലെക്ചർ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തതിനൊക്കെ ഡോട്ടിന് ശേഷം അത് എക്സ്റ്റൻഷൻ ആയിട്ട് കൊടുത്തിരുന്നത് .ipynb എന്നായിരുന്നു. അതായത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇന്റർഫേസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് .py എന്ന എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, കണ്ടോ ഞാൻ ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓരോ സെൽസോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല കാണുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു നോട്ട് പാഡ് പോലത്തെ ഇന്റർഫേസ് ആണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും ചെയ്യുക. അതായത് .py എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലായിരിക്കും കൊടുക്കുക. ഇനി ഇവിടെയാണ് നമ്മൾ നമ്മുടെ എൻ്റയർ കോഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ കമൻറ്റ് ചെയ്ത് വെക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. അതായത് ദിസ് ഇസ് എ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വെൽക്കം ടു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വെറുതെ കൊടുക്കാം. ഞാൻ പ്രിന്റ് വെൽക്കം ടു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ എന്ന് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇൻപുട്ട്, അതായത് മെയിൻ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, യൂസറിന്റെ ഏജ് ആയിരിക്കും. സോ അതെങ്ങനെയാണ് എടുക്കേണ്ടത്, നമുക്കറിയാം യൂസറിന്റെ ഏജ് നമ്മൾ ഇൻപുട്ട് ആയിട്ടാണ് കൊടുക്കേണ്ടത്. സോ എന്തായിരിക്കും, ഏജ് ഈക്വൽ ടു, ഏജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻപുട്ട് ആയിരിക്കും. അതായത് ഇൻപുട്ടിനുള്ളിൽ നമ്മൾ അതിനുള്ളിൽ കൊടുക്കേണ്ട മെസ്സേജ്, അതായത് എൻ്റർ യുവർ ഏജ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എന്താ ഇൻപുട്ട് നമ്മൾ കൊടുത്തു. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നു വെറുതെ ഇൻപുട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ, നമ്മളത് ഇൻറ്റിജർ ഫോമിലോട്ട് മാറ്റണം. അതിനുവേണ്ടി ഞാൻ ഇതിനു മുമ്പ് ഇൻപുട്ടിന് തൊട്ട് മുമ്പ് INT എന്ന് കൊടുക്കുകയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ, അതായത് നമ്മൾ ഇൻപുട്ടാണ് ചോദിക്കുന്നത്, അതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് എൻ്റർ യുവർ ഏജ് ആണ്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ത് തന്നെയാണെങ്കിലും അത് നമുക്കറിയാം ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. സോ അത് നമ്മൾ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളുടെ ഇൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തെന്ന് പറയുന്നത് കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ഏജ് കിട്ടി, ഇനി എന്താ ചെയ്യേണ്ടത്, ഓരോ ഏജിനനുസരിച്ച് നമ്മൾ കണ്ടീഷൻസ് കൊടുക്കണം. ഇത്ര എമൗണ്ട് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര എമൗണ്ട് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻസ്. സോ നമുക്ക് ഇനി കണ്ടീഷൻസ് കൊടുക്കാം. കണ്ടീഷൻസ്. സോ ആദ്യം എന്ന് പറയുന്നത് ഇഫ് ആദ്യം എന്താണ്, ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. അപ്പം അതിന് ഞാൻ ജസ്റ്റ് ഇവിടെ തൽക്കാലത്തേക്ക് XX എന്ന് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് കണ്ടീഷൻസ് മൊത്തം എഴുതി വെച്ചേക്കാം. പിന്നെ എലിഫ് എന്ന് കൊടുക്കുകയാണ്. എലിഫ് എന്ന് പറഞ്ഞാൽ എൽസിഫ്, അതിൻ്റെ മിഡിലുള്ള കണ്ടീഷൻ. ഞാൻ പറഞ്ഞത് രണ്ടിലധികം കണ്ടീഷൻസ് വരുന്ന സമയത്ത് ഇഫ് എലിഫ് എൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വേണം യൂസ് ചെയ്യാനായിട്ട്. എലിഫ് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 എന്ന് കൊടുത്തു. തൽക്കാലം ഞാൻ ഇവിടെ XX എന്ന് കൊടുക്കുകയാണ്. വീണ്ടും എലിഫ് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. പിന്നെ തൽക്കാലത്തേക്കാണ് XX എന്ന് കൊടുക്കുന്നത്. ഞാൻ വീണ്ടും അത് കുറച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ മാറ്റും. വീണ്ടും എലിഫ് എന്ന് കൊടുത്തു, ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. XX എന്ന് കൊടുത്തു. എലിഫ് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. XX എന്ന് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും 60+, അതാണ് ലാസ്റ്റ് കാറ്റഗറി. സോ നമുക്കവിടെ എൽസ് എന്ന് കൊടുക്കാം.
അതായത് നമുക്ക് ഒരു ടേബിൾ കാണുന്ന പോലെ ആദ്യത്തെ എന്താണ് ബിലോ 20, അതാണ് ഇവിടെ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് ഏജ് 20യോ അതിന്റെ താഴെയുള്ള കണ്ടീഷനാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30, എലിഫ് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. അതായത് ഇവിടെ ഓൾറെഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതായത് എന്താ ഏജ് എന്ന് പറയുന്നത് 0യുടെ 20യുടെ ഇടയ്ക്ക്, അതായത് 0, 20 അല്ലെങ്കിൽ 20 ഇതിലുള്ള കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. ഇനി അതിനുശേഷം എന്ത് ഏജ് വന്നാലും അതെന്തായിരിക്കും 20+ ആയിരിക്കും. സോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എലിഫ് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 എന്ന് പറയുകയാണെങ്കിൽ ഏജ് 30യോ 30 കുറവായിരിക്കണം. പക്ഷെ ഓൾറെഡി നമ്മൾ 20 വരെ കവർ ചെയ്തിട്ടുണ്ട്. സോ എന്തായിരിക്കും അത് 20+ഉം എന്നാൽ 30നെക്കാളും താഴെ 20 to 30 എന്ന് പറയുന്ന റേഞ്ച് വരും. സോ ഇതെന്തായിരിക്കും? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ 30 വരെ കവർ ചെയ്തു. അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 13നെയും 14 ഇടയ്ക്ക് മാത്രമേ വരത്തുള്ളൂ. ഇവിടെ വരുന്ന സമയത്ത് 14നെയും 15 ഇടയ്ക്ക് മാത്രം. ഇവിടെ വരുന്ന സമയത്ത് 15നെയും 16 ഇടയ്ക്ക് മാത്രം. ഇപ്പൊ എൽസ് വരുന്ന സമയത്ത് ഇവിടെ വരെ 60 വരെ എല്ലാം കഴിഞ്ഞു. 60ന്റെ എബോവ് ഉള്ള കണ്ടീഷൻ 60+, അതാണ് നിങ്ങളുടെ ടേബിൾ കാണുന്നത്. ഇനി നമുക്കിവിടെ ഓരോരോ കണ്ടീഷൻസ് ടൈപ്പ് ചെയ്തേക്കാം. ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20, അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈക്വിറ്റി എന്ന് പറയുന്നത് ഈക്വിറ്റി ഈക്വൽ ടു 90%. സോ നമ്മൾ 90 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് 50% ആണ്. അതിനുശേഷം ഗ്യാപ്പ് എന്ന് കളഞ്ഞേക്കാം. അതിനുശേഷം മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് 25% ആണ്. അതിനുശേഷം സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് 15% ആണ്. അതിനുശേഷം ഡെപ്റ്റ് എന്ന് പറയുന്നത് 5% ആണ്. അതിനുശേഷം ഗോൾഡ് എന്ന് പറയുന്നത് അതും 5% തന്നെയാണ്. സോ നമ്മളുടെ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ 20, അതായത് 20യോ അതിൻ്റെ ബിലോ ഉള്ള ഏജ് ഉള്ള ആൾക്ക് കൊടുക്കേണ്ട പ്രൊപ്പോർഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആവശ്യമില്ല, ഇത്ര കൊടുത്തായി. അപ്പം ഈക്വിറ്റി എന്ന് പറയുന്നത് 90 ആയിരിക്കും, 90%. ലാർജ് ക്യാപ്പ് 50 ആയിരിക്കും, മിഡ് ക്യാപ്പ് 25, സ്മോൾ ക്യാപ്പ് 15, ഡെപ്റ്റ് 5 ആൻഡ് ഗോൾഡ് 5. ഇവിടെ നമ്മൾ വേരിയബിൾസ് കൊടുക്കുന്ന സമയത്ത്, ഇതൊരു വേരിയബിൾ ആണല്ലോ, വേരിയബിൾസ് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും സ്പേസ് ഇടയ്ക്ക് കൊടുക്കരുത്. ഇവിടെ ലാർജ് സ്പേസ് ക്യാപ്പ് എന്ന് കൊടുത്താൽ എറർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ലാർജ് അണ്ടർസ്കോർ ക്യാപ്പ് എന്ന് കൊടുക്കുന്നത്. സോ ഈ രീതിയിൽ തന്നെ വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ 20, അതായത് 20 to 30 ഏജ് ഉള്ള ഒരാൾ ഈക്വിറ്റിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? 80%. ലാർജ് ക്യാപ്പിൽ 50%, മിഡ് ക്യാപ്പിൽ 20%, സ്മോൾ ക്യാപ്പിൽ 10%, ഡെപ്റ്റിൽ 15% ആൻഡ് ഗോൾഡിൽ 5%. സോ നമ്മൾ ഏജ് ലെസ് ദാൻ ഈക്വൽ ടു 30, അതായത് 20 to 30 ഇയേഴ്സ് ഓഫ് ഏജിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 30 to 40 ഇടയ്ക്കുള്ള ആൾക്കാർ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് ഓരോ നമ്പേഴ്സ് മൊത്തം നമുക്ക് മാറ്റിയാൽ മതിയല്ലോ. അപ്പം ഏജ് ലെസ് ദാൻ ഈക്വൽ ടു 40 ആണെങ്കിൽ ഈക്വിറ്റി എന്ന് പറയുന്നത് 70% ആണ്. ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് 45 ആണ്. മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് 15 ആണ്. സ്മോൾ ക്യാപ്പ് 10, അത് കറക്റ്റാണ്. ഡെപ്റ്റ് 20, ഗോൾഡ് 10. ഇനി ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50, അതിന് ഞാനിത് സെയിം കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം അതിൽ ഓരോ നമ്പേഴ്സ് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഏജ് ലെസ് ദാൻ ഒക്കെ കിട്ടിയാൽ 40 to 50 ഏജ് ഉള്ള ആൾ 60% ഈക്വിറ്റി കൊടുക്കുക. അതിനുശേഷം 40 ലാർജ് ക്യാപ്പ്, 15 മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് 5 കൊടുത്തു, ഡെപ്റ്റ് 30, ഗോൾഡ് 10 തന്നെ. ഇനി ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60, അതായത് ഏജ് 15 to 16 ഇയേഴ്സ് ഓഫ് ഏജിന് ഇടയ്ക്കുള്ള ആൾക്കാർ 50 to 60, 50 നമ്മൾ കൊടുത്തു ഈക്വിറ്റിയിലോട്ട്. അതിൽ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് 35 ആണ്. മിഡ് ക്യാപ്പ് 10, സ്മോൾ ക്യാപ്പ് 5, അത് കറക്റ്റാണ്. ഡെപ്റ്റിലോട്ട് 40 നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ് ഗോൾഡിലോട്ട് നമ്മൾ 10 എന്ന് കൊടുത്തു. ഇനി എൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ 60 വരെ കവർ ചെയ്തു. 60+ ആണ് എൽസ്, 60 ആൻഡ് അതിലും കൂടുതൽ ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പോൾ അതിനും നമ്മൾ ഇതേപോലെ തന്നെ സെയിം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്പേഴ്സ് മാറ്റാൻ പോവാണ്. ഈക്വിറ്റി എന്ന് പറയുന്നത് ഇവിടെ 30 ആണ്. അതിൽ ലാർജ് ക്യാപ്പിലോട്ട് 25, മിഡ് ക്യാപ്പിലോട്ട് 5, സ്മോൾ ക്യാപ്പിലോട്ട് 0, ഡെപ്റ്റിലോട്ട് 60 ആൻഡ് ഗോൾഡിലേക്ക് 10. സോ നമ്മുടെ കണ്ടീഷൻസ് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമുക്കിവിടെ കാണാം ഈഫ് എലിഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കണ്ടീഷൻ, ഈ ഒരു എൻ്റയർ ടേബിൾ നമ്മൾ ഒരു ഫോർമുലാക്കി മാറ്റിയത് ഈഫ് എലിഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ കാണുന്ന പോലെ ഏജ് ലെസ് ദാൻ ഈക്വൽ 20 ആണെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏജ് ലെസ് ദാൻ ഈക്വൽ 30, അതായത് 20 to 30 ഇടയ്ക്കാണെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എന്നിങ്ങനെ എല്ലാ കണ്ടീഷൻസും നമ്മളിവിടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്.
സോ ഇപ്പോൾ ഏജ് കൊടുക്കുന്ന ഒരാൾക്ക് അതിനനുസരിച്ച് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. ഇനി നമുക്കത് തിരിച്ചിങ്ങോട്ട് പ്രിന്റ് ചെയ്ത് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ അവിടെ ഷിഫ്റ്റ് ടാബിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എനിക്ക് ഈ കറക്റ്റ് ഈ ഒരു സ്ഥലത്ത് തന്നെ ആ ഒരു കേസർ വന്ന് എത്തുക. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടാബ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ചാൽ ടാബ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് എൽ സ്റ്റേറ്റ്മെന്റ്സ്, ഈ എലിഫ് എൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ആ കറക്റ്റ് ഇന്റന്റേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ടാബ് ക്ലിക്ക് ചെയ്യുക. അത് റിമൂവ് ചെയ്യണം. അത് കറക്റ്റ് സ്റ്റാർട്ടിങ്ങിലോട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ടാബ് ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഓരോ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാം. നമുക്ക് പ്രിന്റ് ഓഫ്, നമുക്ക് റെക്കമെൻഡഡ് അസറ്റ് അലോക്കേഷൻ എന്ന് കൊടുക്കാം. റെക്കമെൻഡഡ് അസറ്റ് അലോക്കേഷൻ. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈക്വിറ്റി പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഓഫ് ഡബിൾ കോട്സിനുള്ള നമ്മൾ ഈക്വിറ്റി എന്ന് കൊടുത്തു. ഈക്വിറ്റി ഈസ് ടു, നമ്മൾ കോമ കൊടുത്തതിന് ശേഷം നമ്മൾ ആ കൊടുത്ത വേരിയബിൾ എന്താണ്, ഈക്വിറ്റി നമ്മൾ കൊടുത്ത വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈക്വിറ്റി ആണ്. സോ അത് നമ്മളിവിടെ കൊടുക്കുക. അതിവിടെ എഴുതി കാണിക്കുന്നുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈക്വിറ്റി ഈസ് ടു സ്പേസ് ആയതിനു ശേഷം ഇവിടെ കൊടുത്ത നമ്പർ എന്താണോ ആ നമ്പർ കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം പ്രിന്റ് ഓഫ് ലാർജ് ക്യാപ്പ് കൊടുക്കാം. ലാർജ് ക്യാപ്പ് ഈസ് ടു കോമ ലാർജ് ക്യാപ്പ് നമുക്കിവിടെ കാണാം. ഇനി മിഡ് ക്യാപ്പ് നമുക്ക് കൊടുക്കാം. പ്രിന്റ് ഓഫ് മിഡ് ക്യാപ്പ് ഈസ് ടു കോമ മിഡ് അണ്ടർസ്കോർ ക്യാപ്പ്. പ്രിന്റ് ഓഫ് ഇനി നമുക്ക് സ്മോൾ ക്യാപ്പ് കൊടുക്കാം. സ്മോൾ ക്യാപ്പ് ഈസ് ടു കോമ സ്മോൾ അണ്ടർസ്കോർ ക്യാപ്പ്. നമുക്ക് പ്രിന്റ് ഓഫ് ഡെപ്റ്റ് എന്ന് കൊടുക്കാം. സോറി, ഞാൻ ഡബിൾ കോട്ട്സ് കൊടുക്കാൻ മറന്നുപോയി. ഡബിൾ കോട്ട്സ് കൊടുത്തതിന് ശേഷം ഡെപ്റ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ, പ്രിന്റ് ഓഫ് ഗോൾഡ് ഓർ ഓൾട്ടർനേറ്റീവ്സ്. എന്ന് പറയുന്നത് ഗോൾഡ് എന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇത് ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈക്വിറ്റി ആണ്. അതായത് ഈക്വിറ്റി ഈസ് ടു ഈക്വിറ്റി. കണ്ടോ, ഇപ്പോൾ ഈ ഒരു വേരിയബിളിന് കൊടുക്കുന്ന എമൗണ്ട് ആയിരിക്കും വരിക. ഇപ്പോൾ ഒരാൾ ഏജ് 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇതിന് ഈക്വിറ്റി എന്താണ് 90 ആണ്. സോ ഇവിടെ 90 എന്ന് പറഞ്ഞു വരും. ഞാൻ അത് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതേപോലെ തന്നെ ലാർജ് ക്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, മിഡ് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, സ്മോൾ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ഡെപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഗോൾഡ് കൊടുത്തിട്ടുണ്ട്, എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു റൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് കാണാം, വെൽക്കം ടു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ. അതാണ് ഈ ഒരു മെസ്സേജ്. അതിനുശേഷം എൻ്റർ യുവർ ഏജ്, നമ്മുടെ ഏജ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഏജ് എന്ന് പറയുന്നത് 20 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഉണ്ടോ എൻ്റെ റെക്കമെൻഡഡ് അസറ്റ് അലോക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് താഴ്ത്തുകയാണ്. ഓക്കെ, അപ്പം അതിനുശേഷം ഈ ഒരു പ്രിന്റ് ആദ്യം വന്നത് എന്താണ്, ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, വെൽക്കം ടു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ. അതിനുശേഷം എൻ്റർ യുവർ ഏജ് എന്ന് പറയുന്ന ഈ ഒരു ഇൻപുട്ട് ബോക്സ് വെച്ച് ഞാൻ 20 എന്ന് കൊടുത്തു. അതിൽ റെക്കമെൻഡഡ് അസറ്റ് അലോക്കേഷൻ അത് ഞാൻ ഇവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം ഉള്ളതാണ് നമ്മൾ കൊടുത്ത വാല്യൂസ്. ജസ്റ്റ് കാണിച്ചു തരാം. സോ ഇവിടെ നമുക്ക് കാണാം ഈക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏജ് 20 ആണെങ്കിൽ ഏതായിരിക്കും വരിക, ഇതായിരിക്കും വരിക അല്ലേ. അപ്പോൾ നമുക്ക് നോക്കി നോക്കും, ഈക്വിറ്റി എന്ന് പറയുന്നത് 90 കറക്റ്റ് ആണ്. ലാർജ് ക്യാപ്പ് 50 വന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് 25 അതും വന്നിട്ടുണ്ട്. സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് 15 അതും വന്നിട്ടുണ്ട്. ഡെപ്റ്റ് എന്ന് പറയുന്ന 5, ഗോൾഡ് എന്ന് പറയുന്ന 5. ഇത് നമുക്ക് ആക്ച്വലി ഇതിന്റെ പെർസെൻറ്റേജും കൂടെ വന്നാലേ അതിന്റെ കറക്റ്റ് ഒരു മീനിങ് വരത്തുള്ളൂ. സോ നമുക്കിവിടെ അതിന്റെ പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്ത് വെക്കാം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും ഇതിന് ശേഷം കോമ കൊടുത്തതിന് ശേഷം ഡബിൾ കോഴ്സിനുള്ളിൽ പെർസെൻറ്റേജ് എന്ന് കൊടുക്കുകയാണ്. സോ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു വാല്യൂ വരും, അതിനുശേഷം പെർസെൻറ്റേജ് എന്ന് പറയുന്ന ആ ഒരു സിമ്പലും വരും. സോ അത് തന്നെ ഞാൻ എല്ലായിടത്തോട്ടും കൊടുക്കുകയാണ്. കോമ ഡബിൾ കോഴ്സിനുള്ളിൽ വേണം പെർസെൻറ്റേജ് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാൻ പോകണം എല്ലാ സ്ഥലത്തോട്ടും. എന്നാലും നമ്മൾ കൊടുത്തതിന്റെ കറക്റ്റ് മീനിങ് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഈ 90, 50, 25 എന്ന് നമുക്ക് കറക്റ്റ് അതിന്റെ ഒരു മീനിങ് മനസ്സിലാവത്തില്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഇവിടെ ആക്ച്വലി ഈ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നതൊക്കെ ഈക്വിറ്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. സോ അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെക്കാം, മൂവ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ലാർജ് ക്യാപ്പ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 4 സ്പേസ് കൊടുത്തേക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് സ്പേസ് കൊടുക്കാം. ഞാൻ 4 സ്പേസ് ആണ് കൊടുക്കുന്നത്. 1, 2, 3, 4 സ്പേസ് കൊടുക്കുന്നു. ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പേസും കൂടെ വരും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വൃത്തിക്ക് കാണാൻ പറ്റും. ഞാൻ ഇതൊന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾക്ക് 2 രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. ഒന്ന്, ഈ ഒരു പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഈ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ
ഇത് കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫയൽ ഇരിക്കുന്ന ലൊക്കേഷനാണ്. അപ്പോൾ ഞാൻ ഒന്ന് സി ഡ്രൈവിൽ ഡെബ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഞാൻ python_projects എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിരുന്നു. അതിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമ്മുടെ സ്ക്രിപ്റ്റ് ഇരിക്കുന്നതെന്ന് അതിനർത്ഥം. അതായത് നമ്മുടെ ഈ സ്ക്രിപ്റ്റ് എവിടെയാണോ ഇരിക്കുന്നത് ആ ലൊക്കേഷനാക്കി ഇവിടെ കാണിക്കുക. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 രീതിയുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പൈതൺ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഫയലിന്റെ നെയിം എന്താണോ ആ നെയിം ടൈപ്പ് ചെയ്യുക. പൈതൺ സ്പേസ് ഈ ഫയൽ നെയിം എന്താണ് app.py. അപ്പം പൈതൺ സ്പേസ് ഫയൽ നെയിം എന്ന് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് സെയിം ഇത് തന്നെയാണ് വരിക. അപ്പോൾ കണ്ടോ, വീണ്ടും കാണുന്നുണ്ട് വെൽക്കം ടു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ. അതായത് അത് നമുക്ക് ഇവിടെ കൈ കൊടുത്ത പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, അത് എക്സിക്യൂട്ട് ആയി. ഞാൻ ഏജ് എന്ന് പറയുന്നത് 35 എന്ന് കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ 35 എന്ന് കൊടുത്ത സമയത്ത് നമുക്ക് ഇട്ട് റിസൾട്ട് വയ്ക്കുകയും ഇതാണ് ഒന്നും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് തോന്നുന്നത്. ഈക്വിറ്റി ഇവിടെ നമുക്ക് 35 എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഏജ് ലെസ് ദാൻ നമുക്ക് 40 ഇവിടെ ആയിരിക്കും. ഈക്വിറ്റി എന്ന് പറയുന്ന 70% കിട്ടിയിട്ടുണ്ട്. ലാർജ് ക്യാപ്പ് എന്ന് പറയുന്ന 45%, മിഡ് ക്യാപ്പ് 50%, സ്മോൾ ക്യാപ്പ് 10%, ഡെപ്റ്റ് എന്ന് പറയുന്നത് 20%, ഞാൻ ഗോൾഡ് 10%. സോ നമ്മൾ കൊടുക്കുന്ന ഏജിനനുസരിച്ച്, ഒരു യൂസറിന്റെ ഏജിനനുസരിച്ച് എത്ര പെർസെൻറ്റേജ് ഏതിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഈ ഒരു ടൂൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഇത് മതിയോ നമുക്ക്? ഈ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര എമൗണ്ട് ഏതിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കുന്ന ഭയങ്കര ബോറ് പരിപാടിയാണ്. സോ ഈ ഒരു പ്രോബ്ലം ആയിരിക്കും നമ്മൾ സെക്കൻഡ് പാർട്ടിൽ സോൾവ് ചെയ്യേണ്ടി പോകുന്നത്. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റബിൾ എമൗണ്ട്, അതായത് നിങ്ങൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ എത്ര രൂപ നിങ്ങൾ ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ലാർജ് ക്യാപ്പിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, സ്മോൾ ക്യാപ്പിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, മിഡ് ക്യാപ്പിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ എത്ര രൂപ നിങ്ങൾ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ ഈ ഒരു ടൂളിന്റെ കോഡ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് പാർട്ടിൽ. അതുപോലെ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പൈതണിലെ ഫംഗ്ഷൻസിനെ കുറിച്ച് അറിയണം. സോ നമ്മുടെ പൈതൺ ലെക്ചർ സീരീസിൽ ഫംഗ്ഷൻസ് കവർ ചെയ്തതിനു ശേഷമായിരിക്കും ഈ ഒരു പ്രൊജക്ടിന്റെ സെക്കൻഡ് വീഡിയോ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തായിരിക്കും തേർഡ് പാർട്ട് എന്ന്. തേർഡ് പാർട്ടിൽ ആക്ച്വലി നമ്മൾ ഈ ഒരു ടൂളിന് നല്ലൊരു ലുക്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ, ഈ ഒരു കോഡിംഗ് ഇന്റർഫേസിലുള്ള റിസൾട്ട് ആയിരിക്കത്തില്ല എക്സ്പെക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലേക്ക് നമ്മൾ ടൂളിനെ നമ്മൾ തേർഡ് പാർട്ടിൽ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു എൻ്റെ പ്രൊജക്ട് നമ്മൾ ഗിറ്റ്ഹബിലോട്ടും അപ്ലോഡ് ചെയ്യും. സോ ഇന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിറ്റികളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പൈതൺ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.